ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വയോന്മുഖ സ്നേഹവും പരാർത്ഥ സ്നേഹവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുവാൻ പോകുന്നത്. മനുഷ്യൻ തന്നിൽ തന്നെ ശ്രദ്ധയൂന്നുകയും സ്വന്തം തൃപ്തിക്കായി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ സ്നേഹത്തെ സ്വയോന്മുഖ സ്നേഹമെന്ന് പറയുന്നു. മറിച്ച് ഒരാൾ പരൻ്റെ പൂർണ്ണതയെ ലക്ഷ്യമാക്കി അവനിലേക്ക് തിരിയുമ്പോൾ പ്രകാശിതമാകുന്ന സ്നേഹം പരാർത്ഥ സ്നേഹമെന്നും പറയുന്നു. സ്വയോന്മുഖ സ്നേഹം ആത്മകേന്ദ്രീകൃതമാണ്, എന്നാൽ അത് സ്വാർത്ഥ സ്നേഹമല്ല. കാരണം സ്വാർത്ഥ സ്നേഹം പരൻ്റെ നന്മ അന്വേഷിക്കുന്നേ ഇല്ല. ദൈവിക പൂർണ്ണതയുടെ പ്രതിഫലനമായ സ്വന്തം ആത്മഭാവം സ്നേഹയോഗ്യമാണ്. ഓരോ വ്യക്തിയും പ്രകൃത്യാ സ്വയം സ്നേഹിക്കുവാൻ പ്രേരിതനാണ്. സ്വന്തം താല്പര്യങ്ങളും ആവശ്യങ്ങളും പൂർത്തിയാക്കുവാൻ പ്രചോദിതനാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സുവിശേഷം പരോക്ഷമായി ഈ തത്വം അംഗീകരിക്കുന്നുണ്ട്. തന്മൂലം സ്വയോന്മുഖ സ്നേഹം അതിൽ തന്നെ തെറ്റല്ല. സ്വയം സ്നേഹം നിഷിദ്ധമോ സ്വാർത്ഥമോ ആയിത്തീരുന്നത് ദൈവത്തെയും സഹജീവികളെയും അവഗണിക്കുമ്പോൾ മാത്രമാണ്. ഒരിക്കലും മറ്റൊരാളെ നമ്മുടെ സുഖത്തിനോ ക്ഷേമത്തിനോ ആധ്യാത്മിക പൂർണ്ണതയ്ക്കോ ഉള്ള മാർഗം മാത്രമായി തരം താഴ്ത്തരുത്. ഇപ്രകാരം താഴ്ത്താത്ത പക്ഷം സ്വയോന്മുഖ സ്നേഹം ഉത്തമമാണ്. മറ്റുള്ളവരെ അവർ ദൈവത്തിൻ്റെ പ്രതിച്ഛായകളാകയാൽ സ്നേഹിക്കുവാനുള്ള ആഹ്വാനം നമുക്ക് പ്രകൃത്യാ ലഭിക്കുന്നു. ഈ ദൃശ്യസ്നേഹം സ്വയോന്മുഖ സ്നേഹത്തിൽ പരോക്ഷമായെങ്കിലും അന്തർഭവിച്ചിരിക്കണം. ദൈവസ്നേഹത്താൽ ഇത് ഒരാളുടെ പ്രധാന ശ്രദ്ധാ വിഷയമായി തീരുന്നു. ഒരാൾ സ്ഥിരമായി മറ്റുള്ളവരുടെ താല്പര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവർക്കായി എന്തു ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധരായിരിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ പ്രേരണയുടെ അടയാളങ്ങളത്രേ. യഥാർത്ഥമായ ആത്മസ്നേഹത്തിനും പരസ്നേഹത്തിനും തമ്മിൽ ശത്രുതയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുമ്പോൾ ഒരാൾ സ്വന്തം പൂർണ്ണത തന്നെയാണ് കൈവരിക്കുന്നത്. മനുഷ്യ വ്യക്തി പ്രകൃത്യാ പരോന്മുഖനാണ്. അപരനോടുള്ള കൂട്ടായ്മയിലൂടെയാണ് വ്യക്തി പൂർണ്ണത പ്രാപിക്കുന്നത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടുത്തുകയോ സ്നേഹിക്കപ്പെടുവാനുള്ള സ്വന്തം ദാഹത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഉപാധിയായി മാത്രം മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും മൈത്രിയും അന്വേഷിക്കുകയോ അരുതെന്ന് മാത്രം. ആവശ്യത്തിൽ അധിഷ്ഠിതമായ മനുഷ്യ സ്നേഹം വ്യക്തിപരമായ ധന്യത അന്വേഷിക്കുന്നു. ഈ ധന്യത ദൈവം തരുന്നതാണെന്നും ഐക്യജീവിതത്തിനുള്ള പ്രാരംഭമാണെന്നും മനസ്സിലാക്കുന്ന പക്ഷം ഇതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ സ്നേഹം സ്വാർത്ഥപരമാകുന്നത് ഈ പൂർണ്ണതയെ വ്യക്തി ബന്ധങ്ങളുടെ ഭാഗമായി കാണാതിരിക്കുകയും സ്വന്തം ആത്മഭാവത്തെ പരമപ്രധാനമായി കരുതുകയും ചെയ്യുമ്പോഴാണ്. ഇത് ഒരു തരത്തിലുള്ള ആത്മവിഗ്രഹാരാധനയായി മാറുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യ വ്യക്തിയോട് അയാൾ എത്രമാത്രം സ്നേഹയോഗ്യനും പരിപൂർണനുമായിക്കൊള്ളട്ടെ, ദൈവത്തിനു മാത്രം അർഹമായ പരമസ്നേഹം പ്രകടിപ്പിക്കുന്നതും വിഗ്രഹ ആരാധനയുടെ മറ്റൊരു രൂപമാണ്. വ്യക്തിപരമായ ആത്മഭാവത്തെ നശിപ്പിക്കുകയോ അതിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. അതും ആത്മാവാണ്. അതില്ലെങ്കിൽ യഥാർത്ഥമായ ഐക്യം സാധ്യമല്ല. ചില സന്ദർഭങ്ങളിൽ ഔദാര്യത്തിൻ്റെയോ വികാരാവേശത്തിൻ്റെയോ തീവ്രത മൂലം സ്വന്തം ആത്മഭാവം പരന്നിൽ ലയിച്ചുപോയി എന്ന് തോന്നും. അപ്പോൾ അപരനുമായുള്ള ഐക്യം പൂർണ്ണമായെന്നും തോന്നിയേക്കാം. മറ്റു ചില സന്ദർഭങ്ങളിൽ ഐക്യത്തിന് ഉത്കടമായ ദാഹമുണ്ടെങ്കിലും മറ്റുള്ളവരിലേക്കുള്ള അടുപ്പം വേദനാകരമായി അനുഭവപ്പെടുന്നു. മാനുഷിക സ്നേഹത്തിൻ്റെ അപൂർണതയ്ക്കുള്ള തെളിവാണ് അത്. തനിക്കില്ലാത്തത് മറ്റൊരാൾക്ക് കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതായത് സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മൂല്യത്തെ ആദരിക്കാത്തവർക്ക് അപരൻ്റെ വ്യക്തിത്വത്തെ ആദരിക്കുവാൻ ആവുകയില്ല. തന്മൂലം വിനയത്തിൻ്റെ പേരിൽ ആത്മനിന്ദ പുലർത്തുന്നത് ശരിയല്ല.
മറിച്ച് ആത്മദാനവും ഐക്യവും സാധ്യമാക്കുന്ന ശരിയായ വിധത്തിലുള്ള ആത്മസ്നേഹത്തെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത്. സ്വീകരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക എന്നിങ്ങനെ അപരനുള്ള മൗലിക ആവശ്യം എല്ലാവരും നിറവേറ്റണം. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇതുവഴി മാത്രമേ സ്നേഹപ്രേരിതമായ ആത്മദാനം ചെയ്യുവാൻ, അത്യാവശ്യമായ ആത്മബഹുമാനം നേടുവാനും സാധിക്കുകയുള്ളൂ. വ്യക്തിയിൽ കേന്ദ്രീകൃതമായ ഒരു സമീപനത്തിൽ മാത്രമേ വിവിധ തലങ്ങളിലുള്ള സ്നേഹത്തെ സമന്വയിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ആശയപരമായ അമൂർത്തമായ പരമനന്മയെ അനുധ്യാനം ചെയ്യുകയാണ് ആത്മാവിൻ്റെ കർത്തവ്യമായി പ്ലേറ്റോ കരുതുന്നത്. ഈ വീക്ഷണം കൂടുതൽ ആധ്യാത്മികവും തന്മൂലം ഉദാത്തവുമാണെന്ന് തോന്നാം. പക്ഷേ ഇവിടെ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി അയാളുടെ ഉപകാരത്തെ പ്രതിയല്ല സ്നേഹിക്കപ്പെടുന്നത്. നിരന്തരം സ്നേഹ വിഷയത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ വ്യവസ്ഥയിൽ. സ്വയോന്മുഖ സ്നേഹത്തിന്റെ നിഷേധം എന്ന് തോന്നുന്നത് ഒടുവിൽ സ്വാർത്ഥതാ പ്രേരിതമായ സ്നേഹം തന്നെയായി മാറുന്നു. സ്നേഹിക്കപ്പെടുന്ന ആൾ അയാളുടെ അന്യാദൃശ്യമായ വ്യക്തിത്വത്തെ പ്രതിയാവണം സ്നേഹിക്കപ്പെടുന്നത്. അപ്പോൾ സ്വയോന്മുഖ സ്നേഹം പരോന്മുഖ സ്നേഹമായി തീരും. നൈസർഗികവും ഉദാരവുമായ സ്നേഹ നിർഗളനം തന്നെയാണ് അത്. സ്വയോന്മുഖ സ്നേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം നൽകി പരോന്മുഖ സ്നേഹത്തിലേക്ക് എത്തി നിൽക്കുന്ന വിധം അതിനെ പരിപോഷിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയണം. ചിലരെ അവരുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കുകയെന്ന മനസ്ഥിതി ശരിയല്ല. സ്നേഹിക്കപ്പെടുന്ന ആളിൻ്റെ വ്യക്തിത്വം ആദരിക്കപ്പെടുമ്പോൾ മാത്രമേ യഥാർത്ഥമായ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. അയാളുടെ വ്യക്തിത്വം പരമമല്ലായിരിക്കാം, പക്ഷേ പരമ നന്മയായ ദൈവത്തിൽ നിന്നാണ് അത് ഉടലെടുക്കുന്നത്. അങ്ങനെ ഉടലെടുക്കുന്ന സ്നേഹത്തിന് മാത്രമേ പൂർണ്ണത കൈവരിക്കുവാനാവുകയുള്ളൂ. സ്വന്തം ശിഷ്യന്മാർക്ക് യേശു സ്നേഹമാകുന്ന പുതിയ നിയമം നൽകിയപ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി: സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യേശു വാക്കിലൂടെയും മാതൃകയിലൂടെയും പഠിപ്പിച്ച ആത്മബലി തന്നെയാണ് ഈ സ്നേഹം. യേശു ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുന്നതിന് തൊട്ടു മുമ്പ് സ്നേഹപ്രേരിതമായ പ്രവൃത്തിയുടെ ഒരു ഉത്തമ മാതൃക നൽകി. അവസാന അത്താഴത്തിനിടയ്ക്ക് എഴുന്നേറ്റ് അക്കാലത്ത് അടിമകൾ മാത്രം ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് കാലുകഴുകൽ ശുശ്രൂഷ. യേശു സ്വന്തം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. നിങ്ങളുടെ നാഥനും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ പാദങ്ങൾ കഴുകണം. ആത്മഭാവത്തിൻ്റെ യഥാർത്ഥമായ പൂർണ്ണത ആത്മവിധേയത്വത്തിൽ നിന്നാണ് ഉയിർക്കൊള്ളുന്നത്. സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞാലേ വ്യക്തികൾ സമ്പന്നരാകൂ. ഗോതമ്പ് മണി നിലത്തു വീണഴിയുന്നില്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. മറിച്ച് അത് അഴിയുന്നെങ്കിലോ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കാരണം സ്വന്തം ജീവൻ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുകയും ചെയ്യുന്നു. സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടിയുള്ള സ്വാർത്ഥപരമായ താല്പര്യങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യഥാർത്ഥമായ ആനന്ദം അനുഭവപ്പെടുകയില്ല. മറ്റുള്ളവർക്ക് സ്വയം തുറന്നു കൊടുക്കുമ്പോൾ മാത്രമേ സ്നേഹം കരഗതമാവുകയുള്ളൂ. മറ്റുള്ളവരുടെ നേരെ സ്നേഹപ്രേരിതമായ മനോഭാവം കൈക്കൊള്ളുന്നത് വഴി നമുക്ക് നമ്മുടെ യഥാർത്ഥമായ ആത്മഭാവം ലഭിക്കുന്നു. ഇതിന് ആത്മത്യാഗം ആവശ്യമാണ്. എന്നാൽ ഇതുവഴി നമ്മുടെ സ്വാർത്ഥത മാത്രമേ ഉന്മൂലനം ചെയ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ യഥാർത്ഥ ആത്മഭാവത്തിന് കോട്ടമൊന്നും സംഭവിക്കുന്നില്ല. നമ്മിൽ നിന്ന് അഹംഭാവവും വ്യർത്ഥ മനോഭാവവും നീക്കിക്കളയണം. അതേസമയം നമ്മുടെ അതുല്യമായ വ്യക്തിത്വത്തെയും സഹജമായ കഴിവുകളെയും നമ്മൾ ആദരിക്കുകയും മറ്റുള്ളവരുടെ സേവനത്തിനായി അവ പ്രയോജനപ്പെടുത്തുകയും വേണം. പിതാവിനോടും മനുഷ്യവർഗത്തോടുമുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനമായി സഹനവും മരണവും സ്വയം സ്വതന്ത്രമായി സ്വീകരിച്ചുകൊണ്ട് വേദനാജനകങ്ങളായ ഈ അനുഭവങ്ങളെ ക്രിസ്തു രൂപാന്തരപ്പെടുത്തി.
സഹനം ഇപ്പോൾ ഒരു ശാപമല്ല, അത് വിശുദ്ധീകരണത്തിനുള്ള ഒരു ഉപാധിയായി മാറി. നന്മയ്ക്ക് തിന്മയെ ജയിക്കുവാനുള്ള മാർഗവും സ്വന്തം മുക്തിയെ പ്രതി മാത്രമല്ല, സഹിക്കുന്ന മനുഷ്യരാശിയോട് ഒന്നിച്ചു നിന്നുകൊണ്ട് വേദനാജനകമായ പരീക്ഷണങ്ങൾ നേരിടുവാൻ സ്നേഹം പ്രേരണ നൽകുന്നു. അങ്ങനെ തികച്ചും നിഷേധാത്മകമായി തോന്നുന്ന ഒരു ജീവിതാനുഭവത്തിന് സ്നേഹം അർത്ഥവും വിലയും ഉളവാക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. യഥാർത്ഥമായ പരിത്യാഗം ശരീരത്തെ പീഡിപ്പിക്കുന്നതിലല്ല അടങ്ങിയിരിക്കുന്നത്. പ്രത്യുത പഴയ മനുഷ്യന്റെ ജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധിയും സ്നേഹസമന്വിതമായ സത്യസന്ധതയും പുലർത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിലത്രേ. നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതിനെ നശിപ്പിക്കുക. അസന്മാർഗികത, അശുദ്ധത, ദുർമോഹം, ദുരാശ, അതിമോഹം എന്നിവ പൂർണ്ണമായും ഉപേക്ഷിക്കുക. പരസ്പരം അസത്യം പറയരുത്. നിങ്ങളുടെ പഴയ പ്രകൃതിയെ അതിൻ്റെ പ്രവർത്തനങ്ങളോടെ നിങ്ങൾ ഉരിഞ്ഞുകളഞ്ഞ് ജ്ഞാനത്തിൽ സൃഷ്ടാവിൻ്റെ സാദൃശ്യമനുസരിച്ച് നവീകരിക്കപ്പെടുന്ന പുതിയ പ്രകൃതിയെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണിത്. സ്നേഹത്തിൻ്റെ ത്യാഗാത്മക പ്രവൃത്തി സ്നേഹം ഒരു മൃദുല വികാരം മാത്രമല്ലെന്നും, സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി സഹിക്കുവാനും സ്വന്തം താല്പര്യങ്ങൾ ഉപേക്ഷിക്കുവാനും സന്നദ്ധത നൽകുന്ന ഒരു ദാനമാണെന്നും തെളിയിക്കുന്നു. സ്നേഹമുള്ളവരെ, സ്വയോന്മുഖ സ്നേഹവും പരാർത്ഥ സ്നേഹവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇത്ര നേരം മനസ്സിലാക്കിയത്. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.